ഹലോ ഗൈസ്, എക്സാം ഒക്കെ കഴിഞ്ഞ് ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ എൻ്റെ ചങ്ങായിമാരോടൊപ്പം ഒന്ന് മുക്കത്ത് പോകാമെന്ന് വിചാരിച്ച്. ഇപ്പൊ കാണുന്നതിൽ പകുതി ആൾ ഞാളോടി വരുന്നോലല്ല, ഓല് പുറയ്ക്ക് പോകുന്നോല. അതുകൊണ്ട് ഞാൻ ഓൽക്കൊക്കെ അസ്സലാമലൈക്കും ടാറ്റാ ബൈ ബൈ കൊടുത്തു. മുക്കത്തേക്കുള്ള ബസ് കയറിയാൽ അതിൽ അടിപൊളി പാട്ടും എനിക്ക് ഡാൻസ് കളിക്കാൻ നോക്കണ്ടായിരുന്നു. പക്ഷേ ഇക്കാണ് നമ്മൾ എന്ത് സമ്മതിച്ചില്ല. അങ്ങനെ ബസ്സിലിരുന്ന് കുറച്ച് പ്രകൃതി മരണീയമായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ടതിന് ഞങ്ങൾ മുക്കത്തെത്തി. ആദ്യം തന്നെ നമ്മൾ മുഫ്ലിഹാക്ക് ഒരു നിസ്കാരക്കുപ്പായം വാങ്ങാനാണ് പോകുന്നത്. നമ്മൾ നേരെ ഒരു പർദാ ഷോപ്പിലേക്ക് വിട്ടു. ഏത് കളറാ എടുക്കാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പിങ്ക് എടുത്തോ, നിസ്കരിക്കുമ്പോൾ പൂക്കുമ്പോൾ ആയിക്കോട്ടെ. അതിനുശേഷം നമ്മൾ നേരെ മുക്കമാളിലോട്ട് വിട്ടു. ഇവര് രണ്ടാളും എൻ്റെ മുന്നിൽ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ബോഡി ഗാർഡ്സ് നടക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തു. എന്നാലും ഞാൻ അവരോട് പറയുകയൊന്നും ചെയ്തില്ല, അവർക്ക് ഫീലായാലോ. എന്നിട്ട് മുഫ്ലിഹ കോണ് വാങ്ങാൻ പോയി. എനിക്ക് കോണ് വലിയ ഇഷ്ടമില്ലാത്ത സാധനം, എന്നാലും ഞാൻ തിന്നുട്ടോ. പിന്നെ എവിടെ പോയാൽ ഇങ്ങനെ ഓരോ കലാപരിപാടികളൊക്കെ നമ്മളെ വക ഉണ്ടാവും. കോണിന്റെ കാര്യം എന്താ കുഴപ്പമില്ല, ഓൾക്ക് രണ്ടാക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സുനാമി എന്ന് പേരുള്ള ഈ സംഭവം വാങ്ങി. ഞാൻ ആദ്യമായിട്ടായിരുന്നു ട്രൈ ചെയ്യുന്നത്. എനിക്ക് മധുരമുള്ള ഫുഡിനോട് കുറച്ചുകൂടി താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേ ചായപ്പൊടി പോലെയാന്ന് തോന്നുന്നു. ഉയരം കൂടുന്തോറും ടേസ്റ്റ് കൂടുന്നു പറയുന്നത്. ഇതിന്റെ മോളോടൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യുന്നു, താഴോട്ട് വരുമ്പോൾ അത്ര രസമല്ല. സംഭവം കാണാൻ കുറച്ചാളെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാൾ കഴിച്ചിട്ടും തീർക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ മാളിൽ ഇറങ്ങി മന്തി കഴിക്കാൻ വന്ന്. കാണാൻ നല്ല എടുക്കണ്ടെങ്കിലും എനിക്ക് ഇവിടുത്തെ മന്തി അത്ര പിടിച്ചിട്ടില്ല. ഇവർ രണ്ടാളും വയർ ഫുള്ളായി എന്ന് പറഞ്ഞാൽ അധികം തോന്നില്ല. പിന്നെ എൻ്റെ വയറ്റിലാണ് ഗുണാകേവിൻ്റെ സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ കുറേ തിന്ന്. ഇയാൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പുറത്ത് മഴയൊക്കെ പെയ്തിനും. ഇനി വേറെ പണിയൊന്നുമില്ല, 6 മണിയാകുന്നതിൻ്റെ മുന്നേ ഹോസ്റ്റലിൽ എത്തണം. സോ ഇയാൾ നേരെ തിരിച്ചുള്ള ബസ് കയറി. ഫസ്റ്റ് ഹോസ്റ്റലിലേക്കില്ലേനും ഓളോളം പറിക്കുകയായി. ഞാനും പോലും കൂടി നേരെ ഹോസ്റ്റലിലേക്കും പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബായ്.